ഈശോ മറിയം ഔസേപ്പെ, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോ മറിയം ഔസേപ്പെ. ഇന്നത്തെ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾക്കറിയാം. വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ ദിവസമാണ്, ഊട്ടുതിരുനാൾ. പല സ്ഥലങ്ങളിലും 19-ാം തീയതി ഇന്ന് ഊട്ടുതിരുനാൾ വെച്ചിരിക്കുകയാണ്. പലരും സ്നേഹവിരുന്ന് പങ്കുവച്ചു കടന്നുപോയി. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഈശോ മറിയം ഔസേപ്പെ, ഈ ഒരു 3 വ്യക്തികൾ നമ്മുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹ പദമാണ്. എല്ലാ കുടുംബങ്ങളിലും ഈ ഫോട്ടോ ഉണ്ടാവും, തിരുക്കുടുംബത്തിൻ്റെ ഫോട്ടോ അല്ലേ. യേശുവേ നന്ദി, യേശു ആരാധന. പരിശുദ്ധ മറിയത്തെ പറ്റി നമ്മൾ ഒരുപാട് ഔസേപ്പിതാവിനെ പറ്റി എല്ലാം കേൾക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം, ഈ പരിശുദ്ധ മറിയം അതീവ സുന്ദരിയായ ഒരു സ്ത്രീയായിരുന്നു. കണ്ടാൽ ആരും നോക്കിപ്പോകും, അത്ര സുന്ദരി. ഈ സുന്ദരിയായ മറിയത്തിന് പ്രായമായ ഈ ഔസേപ്പ് പിതാവിനെ ഭർത്താവായി എങ്ങനെ കിട്ടി? അതാണ് നമ്മൾ ഇന്നും ചിന്തിക്കുന്നത് കേട്ടോ. പ്രായമായ വിശുദ്ധ ഔസേപ്പ് പിതാവിന് മറിയത്തെ ഭാര്യയായി എങ്ങനെ കിട്ടി? അതും ഔസേപ്പ് പിതാവ് ഒരു കാർപ്പൻ്ററായിരുന്നു, മരപ്പണിക്കാരൻ. മറിയമാകട്ടെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം. ആരോടും അധികം സംസാരിക്കാത്ത എളിമയിൽ വളർന്നു വന്ന ഒരു സ്ത്രീ. ഈ പ്രായമായ ഔസേപ്പ് പിതാവിനെ ഈ മറിയത്തെ ഭാര്യയായി എങ്ങനെ കിട്ടി? അതായത് വിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന ഒരു അത്ഭുതമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ആ നാട്ടിൽ ഈ മറിയത്തിന് വിവാഹം ആലോചന വന്നപ്പോൾ ഒരു ദേവാലയത്തിൽ സ്ഥലത്ത് ജനങ്ങളോട് കൂടാൻ പറഞ്ഞു. അങ്ങനെ പലരും വന്നു. അപ്പോൾ അവിടെ ഒരു കൽപ്പന ഉണ്ടായിരുന്നു, വരുമ്പോൾ നിങ്ങൾ ഒരു വടി കൊണ്ടുവരണം. ആ വടിയിൽ പൂക്കൾ ഉണ്ടാകണം. വടിയിൽ അവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴായിരിക്കണം ആ പൂക്കൾ വരേണ്ടത്. പൂക്കളല്ല, വടിയല്ല, ഉണക്ക മരത്തിൻ്റെ കൊമ്പോ അങ്ങനെ ഒരു വടി നിങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൽ പൂവുണ്ടാകണം. അവിടെ വെച്ച് പൂവുണ്ടാകും. ആ പൂവുണ്ടാകുന്ന ആ വ്യക്തിക്കാണ് മറിയത്തെ വിവാഹം ചെയ്തു കൊടുക്കുക. ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ എല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല തണുപ്പുള്ള സമയമാണ്. അപ്പോൾ ഔസേപ്പ് പിതാവ് പ്രായം ചെന്നൊരു പാർട്ടിയാണ്. അദ്ദേഹത്തിനൊന്നും അറിയില്ലായിരുന്നു. എല്ലാവരും കയ്യിൽ വടി കൊണ്ടിങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഔസേപ്പ് പിതാവ് അന്വേഷിച്ചു, ഈ വടി എന്താണ് എല്ലാവരും കൊണ്ട് പോകുന്നത്? പറഞ്ഞു അറിഞ്ഞില്ലേ, ഇങ്ങനെ ഒരു മറിയം അതിൻ്റെ വിവാഹം നിശ്ചയിക്കുകയാണ്. ആ വടിയുമ പൂക്കൾ അവിടെ വെച്ച് മുളയ്ക്കണം, പൂക്കൾ ഉണ്ടാകണം, തന്നെ പൂക്കൾ ഉണ്ടാകണം. അപ്പം അങ്ങനെയാണോ എന്ന് ചോദിച്ചിട്ട് ഔസേപ്പ് പിതാവ് അപ്പോൾ അതൊന്നും കരുതിയിരുന്നില്ല. പുള്ളി ഒരു കാർപ്പൻ്റർ കൂടിയാണ്. ഉടനെ തീ കായുന്ന അടുപ്പിൽ നിന്ന് ഒരു വിറക് കൊള്ളി എടുത്തിട്ട് വെള്ളമൊഴിച്ച് കിടത്തിയിട്ട് ഔസേപ്പ് പിതാവ് നേരെ പോകുകയും. പലരും പല വടികളും കൊണ്ടുവരുന്നുണ്ട്. സ്വർണ്ണ കളറുള്ള വടികൾ, സ്റ്റീൽ കളറുള്ള വടികൾ, പല പല വില കൂടിയ മരത്തിൻ്റെ കൊമ്പുകൾ അങ്ങനെ കൊണ്ടുവരും. അത് കിളിർക്കണം, പൂക്കൾ കിളിർക്കണം. അങ്ങനെ അവിടെ വന്നു പ്രാർത്ഥനയിലൊക്കെ ആയിരുന്നു. അങ്ങനെ നിന്നപ്പോഴത്തേനും
ആരുടെയും പടി കിളർക്കുന്നില്ല. ഒന്നാം പ്രാവശ്യം കഴിഞ്ഞ് വീണ്ടും രണ്ടാം പ്രാവശ്യം പ്രാർത്ഥിച്ചപ്പോഴത്തേനും ഔസേ പിതാവിൻ്റെ കയ്യിൽ ഇരുന്ന വടി അത് പൂക്കളായി മാറി. അടുപ്പിന്ന് കത്തിച്ചുകൊണ്ട് പോയ മരം അതുമ പൂവ് കിളുത്ത്. ഉടനെ അവരെല്ലാവരും തീരുമാനിച്ചു ഇദ്ദേഹമാണ് വരൻ മറിയത്തിൻ്റെ. അത് നമ്മൾക്ക് കാണാൻ പറ്റും. ഔസേ പിതാവിൻ്റെ കയ്യിൽ ഒരു മരമുണ്ട്, അതും ഒരു പൂക്കളുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോ. എവിടെ അതിനെപ്പറ്റി പലരും ധ്യാനിക്കാറില്ല. അത് അങ്ങനെ വന്നു എന്തെന്നുള്ളത്. അതായിരുന്നു അടയാളം. അതുകൊണ്ട് പ്രായമായ ഈ ഔസേ പിതാവിന് മറിയത്തെ വിവാഹം ചെയ്തു കൊടുക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണ് സുന്ദരിയായ പരിശുദ്ധ മറിയം ഔസേ പിതാവ് വിവാഹം കഴിക്കണം. വിവാഹം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും അറിയുന്നില്ല. അവരുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ അവൾ ഗർഭിണിയാണെന്ന് അറിയപ്പെടേ. അപ്പൊ ഈ ഔസേ പിതാവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആരോടും അധികം സംസാരിക്കില്ല, നിഷ്കളങ്കൻ, ഒരു പാവം മനുഷ്യൻ, വലിയ സമ്പത്തൊന്നുമില്ല, അന്നിന്ന് വേണ്ട അപ്പത്തിന് പണിയെടുക്കുന്ന ഒരു കാർപ്പൻ്റർ, മരപ്പണിക്കാരൻ. അങ്ങനെ മറിയം ഗർഭം ധരിച്ചിരിക്കണമെന്ന് അറിഞ്ഞ് ഔസേ പിതാവ് നീതിമാനും ഒക്കെ ആയതുകൊണ്ട് അദ്ദേഹം ആരെ അറിയിക്കാണ്ട് മറിയത്തെ ഉപേക്ഷിക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് ദൈവദൂതൻ മറിയത്തോട് സംസാരിച്ച അതേ ദൈവദൂതൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ഔസേ പിതാവിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നു, നീ ശങ്കിക്കേണ്ട, അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്, നീ അവളെ ഭാര്യയായി സ്വീകരിക്കുക. അദ്ദേഹത്തിലുണ്ട് അങ്ങനെയൊക്കെ. അങ്ങനെ ഔസേ പിതാവ് സ്വീകരിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇന്ന് അങ്ങനെയൊക്കെയാണോ? ഇന്ന് വിവാഹം കഴിഞ്ഞ് ഇങ്ങനെയെങ്ങാന്ന് കേട്ടു ആരോടെങ്കിലും മുണ്ടി പ്രേമം ഉണ്ടായെന്ന് അങ്ങനെ കേട്ടാൽ തീർന്നു വിവാഹം കഴിഞ്ഞ ശേഷം, അല്ലേ? ആദ്യമേ പറഞ്ഞേക്കണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ, അല്ലെങ്കിൽ തല്ലി കൊന്നുകളയും. ദേഷ്യം കലി കയറി സാത്താൻ കയറി അടിക്കും. ഒന്നാമത് മറിയത്തിൻ്റെ പൊന്നോമനക്കുട്ടനായ യേശുനാഥൻ, ദൈവം പിതാവിൻ്റെ പുത്രനായ യേശുനാഥൻ കൂട്ടി യോജിപ്പിക്കുന്ന വിവാഹം എന്ന കൂദാശ തകർക്കാൻ സാത്താൻ വ്യക്തിയിലൂടെ അല്ലറിപ്പാഞ്ഞു നടക്കും. എപ്പോൾ ഒരു പുരുഷൻ സ്ത്രീയുടെ കഴുത്തിൽ മിന്നുകെട്ടിയോ ആ ദേവാലയത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ അവൻ്റെ പിന്നാലെ ഈ സാത്താനുണ്ട്, ദുഷ്ടസാത്താൻ. ഇവരെ വേർപെടുത്താനുള്ള വഴക്ക്, വെറുപ്പ്, ദേഷ്യം, മുൻകോപം ഒക്കെ കയറ്റിക്കൊണ്ട് ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് അവൻ കയറി പോരുകയാണ്. കാരണം ദേവാലയത്തിലേക്ക് വരുമ്പോൾ 2 ഭവനത്തിൽ നിന്നാണ് അവർ വരുന്നത്, അല്ലേ? പുരുഷൻ അപ്പൻ്റെ ഭവനത്തിൽ നിന്നും അവൻ്റെ ഭവനത്തിൽ നിന്നും, സ്ത്രീ അമ്മയുടെയും അപ്പൻ്റെയും ഭവനത്തിൽ നിന്നും, 2 ഭവനത്തിലൂടെ വന്ന് ബലിപീഠത്തിൽ വന്ന് വൈദികൻ പൗരോഹിത്യ അധികാരത്തിൽ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിച്ച് മിന്നുകെട്ടി അവരെ ഏക ശരീരമാക്കി മാറ്റിയത്. ഉൽപ്പത്തി 2:24 എടുത്ത് നോക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റും. അവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട്. ഉൽപ്പത്തി 2:24 എന്താണ് അവിടെ പറയണത്? അതിനാൽ പുരുഷൻ മാതാപിതാക്കളെ വിട്ട് അപ്പനെയും അമ്മേനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ ഒറ്റ ശരീരമാക്കി മാറ്റും. ഈ ലോകത്തിൽ ആർക്കെങ്കിലും പറ്റുമോ ഒറ്റ ശരീരമാക്കാൻ? ദൈവമായ കർത്താവ് പറയുന്നത്, നിങ്ങൾ ഇനി 2 അല്ല, ഒറ്റ ശരീരമാണ്. പുരുഷന് അവൻ്റെ ഭാര്യയും നഗ്നനായിരുന്നു എങ്കിലും അവർക്ക് ലജ്ജം തോന്നുകയില്ല, നാണം വരും. കാരണം അവരൊറ്റ ശരീരമാണ് അവർ. സ്ത്രീയെയും പുരുഷനെയും ബലിപീഠത്തിൽ കൊണ്ടുവന്ന് വിവാഹം എന്ന കൂദാശ ദൈവമായ കർത്താവ് കൊടുക്കുമ്പോൾ അവരൊറ്റ ശരീരമായിട്ട് പറയണം. ആ നിമിഷം കൊണ്ട് ഇത് വേർപെടുത്തണമെന്ന് ദുഷ്ടനായ സാത്താൻ അലറുന്ന സിംഹം പോലെ
പാഞ്ഞു നടക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങനെ ആ പരിശുദ്ധ അമ്മേനെ പിതാവ് സ്വീകരിക്കുക. വചനം വ്യക്തമായി പറയുന്നുണ്ടല്ലേ, ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 33-ാം വാക്യം. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. ആരാണത്? മറിയം ഗർഭം ധരിച്ചിരിക്കുന്ന പുത്രൻ. അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ലെന്ന് ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 33-ാം വചനം എഴുതി വെച്ചിരിക്കുകയാണ്. 34-ാം വാക്യത്തിൽ പറയുന്നു, മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ആരാണ് ഗർഭം ധരിപ്പിച്ചത്? വിശുദ്ധാത്മാവ് ദൂതൻ വഴി വിശുദ്ധാത്മാവ് മറിയത്തിനെ ഗർഭം ധരിപ്പിച്ചു. ദൂതൻ മറുപടി പറഞ്ഞു. 35-ാം വാക്യം. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, പരിശുദ്ധനിൽ പരിശുദ്ധൻ, ദൈവപുത്രനെന്ന് അവനെ വിളിക്കപ്പെടും. ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും. അപ്പൊ ഇതൊന്നും ജോസഫിനെ അറിയില്ല. പരിശുദ്ധാത്മാവ് വഴിയാണ് നിർബന്ധിച്ചത്. ദൂതൻ ജോസഫിനോട് സംസാരിച്ചപ്പോൾ യോസേപ്പ് പിതാവ് മറിയത്തെ സ്വീകരിക്കുന്ന കുടുംബത്തെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, യേശു ആരാധന. ദൈവത്തിന് ഒന്നും അസാധ്യമില്ല. പിതാവായ ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാം വചനം. ദൈവത്തിന് ഒന്നും അസാധ്യമായിട്ടില്ല. നോക്കിയേ, ഒരു സ്ത്രീ വെറുതെ അങ്ങോട്ട് ഗർഭം ധരിക്കുക. എന്തായിരിക്കും അല്ലെ? വെറുതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക. പരിശുദ്ധാത്മാവ് ത്രിയേക ദൈവമാണ്. അവനൊരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ അതൊരു വ്യക്തിയാണ്, ത്രിയേക ദൈവമാണ്. ഹല്ലേലൂയ. ഉടനെ മറിയം പറയും, 38-ാം വാക്യം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ മുതൽ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും പറഞ്ഞു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. നമ്മൾ ദൈവ നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുന്നത്, അത് ബൈബിളിലുള്ള വാക്കാണ്. നന്മ നിറഞ്ഞ മറിയം എന്നുണ്ട്. നന്മ നിറഞ്ഞ അങ്ങനെ ഒരു വചനം ബൈബിളിലില്ല. പിന്നെ ഏതാണ് ശരി? ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 28-ാം വാക്യം. ഇതാണ് ശരിക്കുമുള്ള പരിശുദ്ധ മറിയത്തിന്റെ ജപമാല കൊണ്ട്. പുത്രനെ ഗർഭം ധരിച്ച വചനമാണ് ജപമാല. യേശുനാഥനെ ഗർഭം ധരിച്ച വചനമാണ് ലൂക്ക 1:28. നമുക്ക് ആ വചനം ശ്രമിക്കാം. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇതാണ് നമ്മൾ ചൊല്ലേണ്ടത്. നന്മ നിറഞ്ഞ മറിയമേന്നല്ല, ദൈവ കൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇത് വചനമാണ്, ബൈബിളിലുള്ള വചനമാണ്. ദൂതൻ പറഞ്ഞ വചനമാണ്. ദൈവദൂതൻ. ആരാണ് ദൈവദൂതൻ? പിതാവിന്റെയും പുത്രനായ യേശുവിന്റെ ദൂതൻ പറഞ്ഞ വചനമാണ് മറിയത്തോട്
ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവിനോട് കൂടെ. ആ നിമിഷം മുതൽ മറിയം ഗർഭം ധരിക്കുക, പുത്രനെ ഗർഭം ധരിച്ചു. ഈ വചനമാണ് നമ്മൾ ഉരുവിടേണ്ടത്. ദൈവ കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോട് കൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവും, നിന്റെ ഉദരഫലവും ദൈവം. ഇത് നമ്മൾ ഉരുവിടുമ്പോഴേ 100 പ്രാവശ്യം അല്ലെങ്കിൽ 53 പ്രാവശ്യം നിങ്ങൾ ഉരുവിടുമ്പോൾ നമുക്കതൊരു അഭിഷേകമായിട്ട് മാറും നാവിൽ. ഹല്ലേലൂയ, യേശുവേ നന്ദി. 29-ാം വാക്യം. ഈ വചനം കേട്ട അവൻ വളരെ അസ്വസ്ഥതയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിക്കാൻ തുടങ്ങി. അവൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കണം, എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം, ഇതിൻ്റെയൊക്കെ വാക്കുകളെന്ന് അവൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയം, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ഉണ്ടാവും ദൂതൻ അടുത്ത് വന്ന് പറയാണ്. അപ്പൊ വിവാഹം നടന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വിവാഹം നടക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിയാണ്, നിനക്ക് സുന്ദരിയായ, സൗന്ദര്യവതിയായ, നിഷ്കളങ്കയായ ഈ മറിയത്തിന്റെ ഭർത്താവായി വരുന്നത് കോടീശ്വരനോ സുന്ദരനോ ചെറുപ്പക്കാരനോ ഒന്നല്ല, പിതാവ് ജോസഫ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. അങ്ങനെ മറിയം അത് സ്വീകരിക്കും, എളിമയോടെ സ്വീകരിക്കും. അവൾ പറഞ്ഞോ, എനിക്ക് പ്രായമായ വ്യക്തിയെ വേണ്ടത്. മറിയത്തിന് 16-17 വയസ്സേ ഉള്ളൂ. അപ്പോഴാണ് കല്യാണം നടക്കുന്നത്, ഭർത്താവായി ഔസേപ്പിതാവിനെ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പോഴൊക്കെ എനിക്ക് നടക്കുമോ? നടക്കില്ല. കാരണം എല്ലാ മക്കളുടെ കയ്യിലും മാതാപിതാക്കൾ പറഞ്ഞാൽ കേൾക്കില്ല. കാലം മാറിപ്പോയി. അപ്പൊ കാലമെല്ലാം മാറിപ്പോയപ്പോ മക്കളും മാറി. അവർക്ക് വിദ്യാഭ്യാസ യോഗ്യതയായി, തന്നിഷ്ടമായി വളർന്നു കഴിഞ്ഞപ്പോ ഞാൻ എന്ന ഭാവമായി. അവര് തിരഞ്ഞെടുക്കുന്നു, അവർക്ക് ഇഷ്ടപ്പെടുന്നു. പണ്ടൊക്കെ അങ്ങനെയാണോ? ഞാൻ കേട്ടിരിക്കണത് വളരെ അപ്പനും അമ്മയും പറയണ പുരുഷനെ കിട്ടാവും, അവനെ കല്യാണം കഴിക്കുന്നത്, അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊക്കെ കാലമൊക്കെ മാറി. ഇപ്പൊ എന്താണല്ലേ, ഒന്ന് കാണാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ രണ്ടുപേരും വേറെ സ്ഥലത്ത് പോയി സംസാരിക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ടോ തുറന്ന് പറയണം. നല്ല കാര്യമാണ്. കാലം മാറുന്നതനുസരിച്ച് കോലവും മാറുമല്ല. ഹല്ലേലൂയ. 38-ാം വാക്യം, ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 38-ാം വാക്യം. മറിയം പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം പറയണ ദൂതനോട് പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി. പുത്രനെയാണ് പറയണത്. പുത്രൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ, നിറവേറട്ടെ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ മുതൽ മറിയം ഗർഭം ധരിക്കുക പുത്രനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് മറിയം സമ്മതിച്ചപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പോയി. ദൂതൻ ആണ് മൂന്നാമനായിട്ട് ഇപ്പൊ വരുന്ന പോലെ വന്ന് അവളെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഒന്നും അറിയില്ല. അവൾ ആദ്യം എതിർത്തിയും ഇങ്ങനെയൊക്കെയുള്ളതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ദൂതൻ വിവരിച്ചു കൊടുത്തപ്പോൾ 38-ാം വാക്യത്തില് മറിയം പറയുന്നു, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക്, നീ പറഞ്ഞ വാക്ക് എന്നിൽ നിറവേറട്ടെ. ഞാൻ റെഡിയാണ്. ഞാൻ ഗർഭം ധരിക്കാൻ, പുത്രനെ ഗർഭം ധരിക്കാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്നും മറഞ്ഞു. അപ്പോൾ ദൂതൻ അവിടെ നിന്നും മറഞ്ഞു. മറിയത്തിന്റെ ഈ ഒരു വാക്ക് കേട്ട ഉടനെ ദൈവദൂതൻ അവളിൽ നിന്നും മാറി. പിന്നീട് അങ്ങോട്ട് വിവാഹം.
നടക്കുകയും ജോസഫായിട്ടും. അപ്പൊ ഇന്ന് പിതാവിൻ്റെ ദിനമായിരുന്നു, പെരുന്നാളായിരുന്നു, കൂട്ട് തിരുനാൾ. എല്ലാവരും പച്ചക്കറിയും കൂട്ടി ഭക്ഷണമൊക്കെ കഴിച്ച് പായസമൊക്കെ കുടിച്ച് പിതാവിന് നന്ദി പറഞ്ഞ് ബലിയർപ്പിച്ച് നമ്മൾ കുടുംബത്തിലേക്ക് വന്നിരിക്കുക. വളരെ നല്ല കാര്യം. നമ്മുടെ കുടുംബവും പിതാവിൻ്റെ കുടുംബം തിരുക്കുടുംബം പോലെ ആകണമെന്ന് പുത്രനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഓരോ കുടുംബത്തിലും തിരുക്കുടുംബത്തിന്റെ രൂപങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ തിരുക്കുടുംബത്തിന്റെ പോലെയാണോ നമ്മുടെ കുടുംബം? ചില കുടുംബമൊക്കെ പോലീസ് സ്റ്റേഷൻ പോലെയാണ്, അല്ലെങ്കിൽ പാർട്ടി ഓഫീസ് പോലെ, അല്ലെങ്കിൽ പാർട്ടി ഓഫീസ് രണ്ട് മകനുണ്ടെങ്കിൽ അവൻ വേറൊരു പാർട്ടി, അപ്പനാണെങ്കിൽ വേറൊരു പാർട്ടി, പെൺമക്കളാണെങ്കിൽ അത് വേറൊരു പാർട്ടി. അങ്ങനെ 3 പാർട്ടികൾ കിടന്ന് ഒരു എന്താ പറയാ ഒരു കുടുംബം. അത് ഔസേപ്പിതാവിന്റെ കുടുംബം എന്ന് നമുക്ക് പറയാനേ പറ്റില്ല, ഇപ്പോഴും വരാൻ പറ്റില്ല. ഔസേപ്പിതാവിന്റെ കുടുംബം എന്ന് പറയുന്നത് മാതാപിതാക്കളിൽ അനുസരണയിൽ വളരാനുള്ള കുടുംബമാണ്. എത്ര കുടുംബമുണ്ടെന്നല്ലേ പള്ളിയിലൊക്കെ മക്കൾ വരുന്നുണ്ട്, ഒരുപാട് പേര് വരുന്നത്. ആ സമയത്തൊക്കെ അവരെവിടെയാണെന്ന് മാതാപിതാക്കൾ തിരക്കുന്നുണ്ടാവും. കോളേജിൽ പോകുന്നു, പഠിക്കുന്നു, വരുന്നു. എവിടെയാണ് പഠിക്കണേ, എവിടെയാണെന്നൊന്നും അറിയില്ല. വീട്ടുകാരി പിടിച്ചിട്ട് വീഡിയോ അടക്കം ഈ യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. എന്താ പേടിയോ. എറണാകുളത്ത് പല സ്ഥലങ്ങളിലും കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് പോണത് അങ്ങോട്ടാന്ന് നോക്കിയേ, അവര് വീഡിയോ എടുത്തിട്ടിരിക്കുന്നു. അതിൽ പകുതിയൊക്കെ കട്ട് ചെയ്ത് കളയുന്നു. ഇതങ്ങോട്ടില്ല. എന്താണല്ലേ അവരുടെയൊക്കെ എന്ത് ഉദ്ദേശിച്ചാണ് അങ്ങനെയൊക്കെ പോണതെന്ന് ഞാൻ ഓർക്കണം. ഈ ബാംഗ്ലൂര്, വാൽപ്പാറ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് പോണത് പഠിക്കാനും ടൂറ് പോകണം. ഒരാളുടെ കണ്ണിൽ നിന്ന് മാത്രം മറഞ്ഞിരിക്കാൻ പറ്റില്ല. മാതാപിതാക്കളെയും സഹോദരന്മാരെയൊക്കെ നമുക്ക് മറച്ചു വയ്ക്കും. ജീവിക്കണ ദൈവത്തിനായ കർത്താവിനെ ഉപരിച്ച് മറിച്ചു വയ്ക്കാൻ പറ്റില്ല. ഇന്നില്ലെങ്കിൽ നാളെ അത് നിനക്കിട്ട് അടിയായിട്ട് വരും, ഉറപ്പായിട്ടും. നമുക്ക് പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റുകയുള്ളൂ. വാളെടുക്കേണ്ടത്, ഇരുതല വാളായ വചനം എടുക്കേണ്ടത് ദൈവമായ കർത്താവെ, നീ വിവാഹമെന്ന കുദാശയിലൊരു ജന്മം നൽകി മക്കൾ പോകുന്ന വഴി അങ്ങ് കാണുന്നില്ലല്ലോ കർത്താവെ എന്ന് ബൈബിളും തുറന്നു വെച്ച് കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് നിന്റെ കണ്ണീരിന് വില തരും. നിന്റെ കണ്ണീര് അവന്റെ കുപ്പിയിൽ ശേഖരിക്കും. അവിടുന്ന് കാത്തുകൊണ്ടു. ഇല്ലാണ്ട് ഈ ലോകത്തിൽ ഈ കാലത്ത് ഒരു മക്കളെയും നേരെയാക്കാൻ ഒരു മാതാപിതാക്കളും വിചാരിച്ചാൽ നടക്കില്ല. പണ്ടൊക്കെ എന്റെയൊക്കെ ചെറുപ്പകാലത്തില് മദ്യം കണ്ട് ഇന്ന് അതാണ് അതിൻ്റെയൊക്കെ മുകളിലോട്ട് പോയിണ്ടാവും. ഇതൊക്കെ ഈ തലമുറ ജനിച്ച് വളർന്നു വലുതായി പെരുകി കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യനെ കൊല്ലുന്ന സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങി. ഒരെണ്ണത്തിനെ പിടിക്കണതല്ലേ, രക്ഷപ്പെടണ്ട. പിടിച്ചു കഴിഞ്ഞപ്പോ പിന്നെ മോറ് പൊത്തലായി, തകൂലിടലായി, പേപ്പർ കൊണ്ട് പൊത്തലായി. നാള് തലശ്ശേരി പിടിച്ചത് എൻ്റെ മോറിനെ പൊത്തിയപ്പോ പോലീസുകാരൻ തട്ടി മാറ്റുന്നു. മുഖം മാറ്റാൻ യൂട്യൂബുകാര് വീഡിയോ എടുത്തോണ്ടിരിക്കുക, മുഖം കാണട്ടെ എന്ന്. ലോകം മുഴുവൻ പോവില്ലേ നോക്കി, ലോകം മുഴുവൻ കാണില്ല, പുറത്തിറങ്ങി നടക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വിൽക്കുകയും അതിനുവേണ്ടി വഴിയൊക്കെ ചെയ്യണ സമയത്ത് ഇത് അറിയണില്ല. പോലീസ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ലോകം മുഴുവൻ അറിയും, നമ്മുടെ ജീവിതം പോകും. അതിന് റോഡിലേക്ക് നടക്കാൻ പറ്റും. കാണുമ്പോൾ ആൾക്കാർ വെറുതെ മയക്കുമരുന്ന് വിറ്റാലാണ് കേട്ടാ പോണേ. അല്ലെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യണം, തല മുട്ട അടിച്ചിട്ട് മഞ്ഞൾ അരച്ച് മുഖത്ത് തേക്കണം. അപ്പൊ മുഖത്തിന് ചായ മാറി. ചോളം മലയാളിയല്ല കേട്ടോ, അവനതൊരു തിരുപ്പൂരുള്ള മധുര തേനി തമിഴ്നാട്ടിലുള്ള ആയതാണ്. അതല്ലാണ്ട് മുടിയും വളർത്തി സ്റ്റൈലായിട്ട് റോട്ടികൾ നടക്കാമെന്ന് വിചാരിക്കില്ല. കല്ലെറിയും ആൾക്കാർ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
പരിശുദ്ധ പരമ ദിവകാർണിശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയും ഉണ്ടായിക്കട്ടെ. ഈശോ മറിയം ഔസേപ്പെ, നിന്റെ ഒരു ദിവസം പുത്രനെ സ്ഥാപിച്ച കുടുംബങ്ങളെല്ലാം വിശുദ്ധനായ പിതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി മറിയത്തിൻ്റെ നിങ്ങളുടെ ഹൃദയം വഴി സമർപ്പിച്ച് ഓരോ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.